കാവടി യാത്രയുമായി ബന്ധപ്പെട്ട് ഉത്തർപ്രദേശ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവിൽ വിമർശനവുമായി NDA സഖ്യകക്ഷികൾ തന്നെ രംഗത്ത് വന്നു കഴിഞ്ഞു. കാവടി യാത്ര കടന്നുപോകുന്ന പാതയോരങ്ങളിലെല്ലാമുള്ള വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുന്നിൽ ഉടമകളുടെ പേര് പ്രദർശിപ്പിക്കണമെന്നതായിരുന്നു യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ വിവാദമായ ഉത്തരവ്. തീർത്ഥാടകരുടെ വിശ്വാസത്തിന്റെ വിശുദ്ധി നിലനിർത്താനാണെന്ന് പറഞ്ഞാണ് ഉത്തരവിറക്കിയത്. യാത്രാ റൂട്ടിൽ ഹലാൽ സർട്ടിഫിക്കേഷനോടെയുള്ള ഭക്ഷ്യോൽപ്പന്നങ്ങൾ വിൽക്കുന്നതും നിരോധിച്ചിട്ടുണ്ട്. ഉത്തരവിന് പിന്തുണയുമായി യോഗി ആദിത്യനാഥും രംഗത്തെത്തിയിരുന്നു. ഇതോടെയാണ് ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരണങ്ങളുമായി BJPക്കൊപ്പമുള്ള സഖ്യകക്ഷികൾ തന്നെ രംഗത്ത് വന്നത്. ഉത്തരവിൽ വിമർശനവുമായി BJP സഖ്യകക്ഷിയായ JDU ആണ് ആദ്യമായി എതിർപ്പുയർത്തിയത്. ബീഹാർ ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിലൂടെയും കാവടി യാത്ര കടന്നു പോകുന്നുണ്ട്. അവിടെ ഒന്നുമില്ലാത്ത ഉത്തരവാണ് UP പോലുള്ള സംസ്ഥാനത്ത് ഉള്ളത് എന്നതാണ് മുതിർന്ന JDU നേതാവായ KC ത്യാഗി വിമർശിച്ചത്. യോഗി ആദിത്യനാഥ് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇതിലും വലിയ കാവടി യാത്ര ബീഹാറിൽ നടക്കുന്നുണ്ട്. അവിടെ ഇത്തരം ഉത്തരവുകളൊന്നുമില്ല. പ്രധാനമന്ത്രി പറഞ്ഞു നടക്കാറുള്ള സബ്കാ സാത്ത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ് എന്ന മുദ്രാവാക്യത്തിന് വിരുദ്ധമാണ് ഈ നിരോധനങ്ങൾ. ഈ ഉത്തരവ് ബീഹാറിലും രാജസ്ഥാനിലും ജാർഖണ്ഡിലും ഒന്നുമില്ല. ഇത് പുനഃപരിശോധിക്കുന്നതാണ് നല്ലത് എന്നാണ് JDU നേതാവ് പറയുന്നത്. അതേ അഭിപ്രായമാണ് മറ്റൊരു സഖ്യകക്ഷി കൂടിയായ ലോക് ജനശക്തി പാർട്ടിയും പറയുന്നത്. പാർട്ടി നേതാവും കേന്ദ്രമന്ത്രിയുമായ ചിരാഗ് പാസ്വാനാണ് കുറച്ചുകൂടി കടുപ്പത്തിൽ ആഞ്ഞടിച്ചത്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്നത് അംഗീകരിക്കാനാവില്ല എന്നതാണ് ചിരാഗ് പറയുന്നത്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ വിഭജനം സൃഷ്ടിക്കുന്ന പോലീസ് നിർദ്ദേശത്തെ പിന്തുണക്കുന്നില്ല എന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. സമൂഹത്തിൽ സമ്പന്നർ, ദരിദ്രർ എന്നിങ്ങനെ രണ്ട് വിഭാഗം നിലനിൽക്കുന്നുണ്ട്. എല്ലാ മതജാതി വിഭാഗക്കാരും ഈ ഗണത്തിലുമുണ്ട്. ഈ രണ്ട് വിഭാഗത്തിനും ഇടയിലുള്ള വിടവ് നികത്തേണ്ടതുണ്ട് എന്നതാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത്. ദളിതുകളും പിന്നോക്കക്കാരും ഉന്നത ജാതിക്കാരും മുസ്ലിങ്ങളും ഉൾപ്പെടുന്ന സമൂഹത്തിലെ എല്ലാ തുറകളിലുമുള്ള ദരിദ്രർക്ക് വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം എല്ലാ സർക്കാരുകൾക്കുമുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മൾ പ്രവർത്തിക്കേണ്ടത്. മതത്തിൻ്റെയും ജാതിയുടെയും പേരിൽ എന്ത് വിഭജനമുണ്ടായാലും താൻ അതിനെ പിന്തുണക്കുകയോ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യില്ല എന്നതാണ് അദ്ദേഹം പറയുന്നത്. മതജാതി വ്യത്യാസമില്ലാതെ തൻ്റെ പ്രായത്തിലുള്ള ഏത് അഭ്യസ്ത വിദ്യരായ യുവാക്കളും ഇത്തരം സംഗതികളെ പിന്തുണക്കുമെന്ന് തനിക്ക് തോന്നുന്നില്ലെന്നും ചിരാഗ് പാസ്വാൻ കൂട്ടിച്ചേർക്കുന്നുണ്ട്. ജൂലൈ 22-നാണ് കാവടി യാത്ര ആരംഭിക്കുന്നത്. ആഗസ്റ്റ് 19 വരെ ഇത് നീണ്ടു നിൽക്കും. ഈ യാത്ര അവസാനിക്കുമ്പോഴേക്കും NDA പിളരുമോ എന്നതാണ് അറിയേണ്ടത്.